നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിൽ ഖമനേയി പറന്നിറങ്ങി എന്നാണ് വിവരങ്ങൾ. ചില രഹസ്യ വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമയം ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ലബനന് മുകളിൽ പറന്നുവെന്നും ഹിസ്ബുള്ള കൂട്ടം ചിതറി ഓടിയെന്നുമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. എന്നാൽ തലയിൽ കറുത്ത തുണിയുമിട്ട് പുറത്തേക്കിറങ്ങിയത് ആയത്തുള്ള അലി ഖമനേയി തന്നെയാണോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ സജീവമാകുന്നത്. കാരണം മുഖമൊന്നും കാണാൻ സാധിക്കില്ല. ഖമനേയി കിടപ്പിലാണെന്നും മകന് അധികാരം നൽകി എന്നുള്ള വിവരങ്ങളൊക്കെ മുൻപ് പുറത്തു വന്നതാണ്. പക്ഷേ ഖമനേയിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഖമനേയിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുകളും സൈബർ പേജുകളുമൊക്കെ സജീവമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചില പോസ്റ്റുകളൊക്കെ ഇടുകയും ചെയ്തിരുന്നു. ഇസ്രയേലിനെയും അമേരിക്കയെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇതിലേറെയും. ഖമനേയി ജീവനോടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിനും ഖമനേയി കിടപ്പിലല്ല എന്ന് വരുത്തി തീർക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ നീക്കങ്ങളെന്നാണ് വിവരങ്ങൾ. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വന്നത്, അതായത് ഹസൻ നസറുള്ളയുടെ ചടങ്ങുകൾക്ക് വേണ്ടി പുറത്തേക്കിറങ്ങിയത് ഖമനേയിയാണോ അതോ മകൻ ഖമനേയിയാണോ എന്നുള്ളതാണ് വലിയ ചോദ്യം. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട് ഏകദേശം 5 മാസങ്ങൾക്ക് ശേഷം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശത്താണ് വലിയ കൂട്ടം ജനങ്ങൾ ഒത്തുകൂടിയത്. എന്നാൽ നിരീക്ഷണത്തിനിറങ്ങിയ ഇസ്രയേൽ യുദ്ധവിമാനങ്ങളെ കണ്ട് ഹിസ്ബുള്ള കൂട്ടം കുറച്ചുനേരം ആശങ്കയിലായതായും പിന്നീട് ചിതറിയോടുന്ന ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. വലിയ സമ്മേളനത്തിന് മുകളിലൂടെ പറക്കുന്ന ഇസ്രയേലി യുദ്ധവിമാനങ്ങളുടെ ശബ്ദം താഴെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന ആളുകളെ അല്പനേരം സ്തബ്ധരാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹസൻ നസറുള്ളയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമുള്ള ചില ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് ഇതുവരെ ലബനനിൽ നടത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് അന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചത് ഇസ്രയേലിനെ തകർത്തെറിഞ്ഞിട്ടേ ഹസൻ നസറുള്ളയ്ക്ക് വേണ്ട മറ്റ് ചടങ്ങുകൾ നടത്തൂ എന്നായിരുന്നു. എന്നാൽ അതിന് കഴിഞ്ഞില്ല. ഇസ്രയേലിനെ ഒന്ന് തൊടാൻ പോലും ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞില്ല. പകരം ഹിസ്ബുള്ളയുടെ നട്ടെല്ലൊടിച്ചു വിട്ടു ഇസ്രയേൽ. ഇപ്പോൾ ആ ചടങ്ങുകളാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. ഈ സമയം മുകളിലൂടെ 4 ഇസ്രയേലി F-16 യുദ്ധവിമാനങ്ങളാണ് പറന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഹസൻ നസറുള്ളയുടെ ശവസംസ്കാരമാണ്. ലോകത്തെ മെച്ചപ്പെട്ട സ്ഥലമായി ഇത് മാറിയെന്ന് ഇസ്രയേൽ സൈന്യം എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ചടങ്ങിലാണ് ഖമനേയി പങ്കെടുത്തത് എന്നാണ് വിവരങ്ങൾ. ഇതിനു മുൻപും ഹസൻ നസറുള്ളയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്താനാണ് മുൻപ് ആയത്തുള്ള അലി ഖമനേയി പൊതുമധ്യത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത്. അത് ഇറാനിൽ വെച്ചായിരുന്നു. അന്നാണ് ഖമനേയി ഇസ്രയേലിനെയും അമേരിക്കയെയും വെല്ലുവിളിച്ചത്. അമേരിക്ക പേപ്പട്ടിയാണെന്നും ഇസ്രയേൽ രക്തരക്ഷസാണെന്നും തിരിച്ചു മറുപടി നൽകും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ അന്ന് ആയത്തുള്ള അലി ഖമനേയി നടത്തിയിരുന്നു. എന്നാൽ ഈ തീപ്പൊരി പ്രസ്താവനകളൊക്കെ നടത്തിയതിന് ശേഷം ആയത്തുള്ള അലി ഖമനേയിയെ പിന്നെ പൊതുമധ്യത്തിൽ ആരും കണ്ടിട്ടില്ല. ഇസ്രയേൽ പിന്നീട് ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഖമനേയിക്ക് പരിക്കേറ്റുവെന്നും ഖമനേയി കിടപ്പിലായി എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെയാണ് പരന്നത്. എന്തായാലും ആ വിഷയത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്ത് പറ്റി ഖമനേയിക്ക് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാത്രം നിൽക്കുകയാണ്. അതിനുശേഷം ഇപ്പോഴാണ് ഖമനേയി രംഗത്തേക്കിറങ്ങി എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത്.